ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബോൺ അപ്പറ്റൈറ്റ് എന്ന റീസെൻ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ഓൺഗോയിങ് സൗത്ത് കൊറിയൻ ഡ്രാമയുടെ 2ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ യൻജി 2025 വലിയൊരു ഇന്റർനാഷണൽ കോമ്പറ്റീഷനിൽ വിന്നറൊക്കെ ആയിട്ട് അവളുടെ കരിയറിന്റെ ഏറ്റവും വലിയ പൊസിഷനിൽ നിൽക്കെ തന്നെ പെട്ടെന്ന് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഏൻഷ്യൻ ബുക്കിന്റെ സഹായത്തോടെ അവൾ ടൈം ട്രാവൽ ചെയ്ത് ഇപ്പൊ ജോസിയൻ എറയിലേക്ക് എത്തിയിരിക്കുകയാണ്. മാത്രമല്ല, അവൾ അവിടെ ചെന്ന് പെടുന്നതും ആ ഒരു ടൈം ലൈനിലത്തെ അവിടുത്തെ രാജാവായിട്ടുള്ള യുഹന്റെ മുമ്പിലാണ്. അങ്ങനെ ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡില് യുഹനെ കെട്ടിയിട്ടിട്ട് അവളുടെ ബാഗും ഫോണൊക്കെ എടുക്കാനായിട്ട് അവിടെ വെച്ച് അവൾ കണ്ടിട്ടുണ്ടായിരുന്ന ഗിൽ എന്ന് പറഞ്ഞ ഒരു പാവം കുട്ടിയുടെ ഒപ്പം അങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കെ തന്നെ അവരിപ്പോ ഒരുപാട് സോൾജിയേഴ്സിനെ കാണുന്നുണ്ട്. അങ്ങനെ അവരെ കാണുന്ന വശം തന്നെ യോൻജി വളരെ ആവേശത്തില് അവരെ വിളിച്ച് അങ്ങോട്ടേക്ക് വരാനായിട്ട് പറയുന്നുണ്ടെങ്കിലും ഇതേ നേരം ആ ഒരു ഗില്ലെന്ന് പറഞ്ഞ കൊച്ച് അവളെ പിടിച്ചോണ്ട് വേഗം തന്നെ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. കാരണം അവരങ്ങനെ സാധാരണ സോൾജിയേഴ്സ് അല്ലെന്നും പകരം ആ നാട്ടിലുള്ള പെൺകുട്ടികളെയെല്ലാം കിങ്ങിന്റെ അടുത്തേക്ക് കൊണ്ടുപോകലാണ് അവരുടെ ജോലിയെന്ന് ഗില്ലിപ്പോ അവളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ അതിലൊരു സോൾജിയേഴ്സ് വന്ന് രണ്ടിനെയും കൈയോടെ പൊക്കി അവരെ രണ്ടുപേരെയും കിങ്ങിന് വേണ്ടി അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുടെ ഒപ്പം അവരെയും കൂടി പിടിച്ച് നേരെ തന്നെ ജയിലിൽ അടച്ചു വെക്കുന്നുണ്ട്. സത്യം പറഞ്ഞ അങ്ങനെ ഒരുപാട് പെൺകുട്ടികളെ ഒരുമിച്ച് ആ പഴയ ഡ്രസ്സും മാത്രമല്ല അവരുടെ ആറ്റിറ്റ്യൂഡും സംസാരമൊക്കെ കേൾക്കുമ്പോഴാണ് താൻ ശരിക്കും 2025 നിന്ന് ഈ ഒരു ജോസിയൻ ഏരിയയിലേക്ക് ടെലിപ്പോർട്ട് ചെയ്ത് വന്ന കാര്യം അവള് ഉറപ്പിക്കുന്നത്. മാത്രമല്ല, അന്ന് നടന്ന കാര്യങ്ങളൊക്കെ അവളിപ്പോ ഓരോന്നായിട്ട് ആലോചിച്ച് ആകെ ഡിപ്രസ്ഡ് ആയിട്ട് ഇനി എങ്ങനെ തിരിച്ചു പോകുന്നറിയാണ്ട് ഇരിക്കുകയാണ്. സത്യം പറഞ്ഞ അവിടുത്തെ കിങ് ആയിട്ടുള്ള ഈഹൻ എന്ന് പറയുന്നത് അത്ര നല്ല വ്യക്തിയൊന്നും ആയിരുന്നില്ലെന്നാണ് അവിടെ എല്ലാവരും പറയുന്നത്. കാരണം കിങ്ങിന്റെ ഓർഡേഴ്സ് അനുസരിച്ച് ഇപ്പോഴും അവർ ആ ഒരു നാട്ടിലെ പെൺകുട്ടികളൊക്കെ പിടിച്ചുകൊണ്ട് കിങ്ങിന്റെ അടുത്തേക്ക് പോവാറുണ്ടെന്നും അതിൽ കുറെ പേരെ കിങ് അവന്റെ കോൺക്യുബൈൻസ് ആയിട്ട് കൂടെ കൂട്ടുകയും ചെയ്തിട്ടുണ്ടെന്നൊക്കെ അവര് ഇപ്പൊ അവളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരം തന്നെ അവിടേക്ക് ഒരു സോൾജിയർ വന്നിട്ട് അവരിപ്പോ നേരെ ഒരു ഗവൺമെന്റ് ഒഫീഷ്യലിന്റെ മുമ്പിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അയാളാകട്ടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ പെൺകുട്ടികളെയും 2 ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മുടെ യൻജീനെ കാണുമ്പോൾ അവളുടെ ഏജ് ചോദിക്കുമ്പോൾ അവൾക്ക് 27 വയസ്സുണ്ടെന്ന് പറയുമ്പോൾ അവളെ വേറൊരു ഗ്രൂപ്പിലേക്കും ഏജ് കുറഞ്ഞവരെ മറ്റു ഗ്രൂപ്പിലേക്കും അവരെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ഗില്ലാകട്ടെ മനഃപൂർവ്വം അവളുടെ ഏജ് മാറ്റി പറഞ്ഞ് യോൻജിയോടൊപ്പം തന്നെ അവളുള്ള ഗ്രൂപ്പിലേക്ക് ആഡ് ആവുന്നുണ്ട്. അങ്ങനെ അവരെ 2 ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തതിനു ശേഷം അവിടുത്തെ ഒഫീഷ്യല് അവിടെ ഉണ്ടായിരുന്ന പ്രായം കുറഞ്ഞ വിമൻസ് ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പിന്റെ അടുത്ത് നിങ്ങളെ കിങ്ങിന് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് അവരെ കിങ്ങിന്റെ അടുത്തേക്ക് അയക്കുമ്പോൾ ഇതേ നേരം തന്നെ യോൻജിയൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഗ്രൂപ്പിനെ നേരെ കിച്ചണിലേക്ക് അവിടുത്തെ ഹെൽപ്പിനും മറ്റിനൊക്കെ ആയിട്ട് അയക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ഇന്നലെ തുടങ്ങിയ കാര്യമൊന്നുമല്ല കേട്ടോ. പകരം ഈഹൻ എന്ന് മുതലാണോ കിങ് ആയത് അന്ന് മുതൽ ഇങ്ങനൊരു കസ്റ്റം അവിടെ നടന്നു പോകുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് അവനൊരു കിങ് ആയിട്ട് അവന്റെ സ്വന്തം ജനങ്ങളെ എക്സ്പെഷ്യലി ഫീമെയിൽസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന പോലെ യൻജിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം ആ ഒരു ഗ്രൂപ്പിലത്തെ സ്ത്രീകളെല്ലാരും കൂടിയിട്ട് നേരെ തന്നെ അവിടുത്തെ ഗവർണറിന്റെ കിച്ചണിലേക്ക് എത്തുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ആ ഒരു ഗവർണറിന്റെ മകനിപ്പോ ആ ഒരു ഗ്രൂപ്പിന്റെ അടുത്ത് വന്നിട്ട് ഇന്ന് ഇവിടേക്ക് 2 വലിയ ഒഫീഷ്യൽസ് വരുന്നതുകൊണ്ട് അവർക്ക് വേണ്ട 9 ഡിഷസ് അടങ്ങുന്ന നല്ലൊരു മീല് തന്നെ അവർക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണമെന്ന് അവരുടെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഈ വരുന്നവര് സാധാരണക്കാരൊന്നല്ലെന്നും അതിൽ ഒരാള് കിങ്ങുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള ഒരു ഗവൺമെന്റ് ഒഫീഷ്യലാണെന്നും മറ്റേത് അയാളുടെ കൂടി മകനായിട്ടുള്ള നമ്മുടെ കിങ്ങിന്റെ ഒപ്പം പണ്ട് മുതലേ കളിച്ചു വളർന്ന സോങ്ജെ എന്ന് പറഞ്ഞ ഒരു ഒഫീഷ്യലാണെന്നും ഒരു ഗവർണറിന്റെ മകനിപ്പോ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, അവരിപ്പോ മെയിൻ ആയിട്ട് ഇവിടേക്ക് വരുന്നത് ഇവർ നേരത്തെ ഒരു ഗ്രൂപ്പ് പെൺകുട്ടികളെ കിങ്ങിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഗേൾസിനെ മാത്രം തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു സെലക്ഷൻ പ്രൊസീജിയറിനാണെന്നും അതിനുശേഷം അവർ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ നമ്മൾ നല്ല ഫുഡ് തന്നെ വേണം അവർക്ക് കൊടുക്കാമെന്നും കാരണം 2 പേരും അത്യാവശ്യം ഈ കുറ്റങ്ങളും കുറവുകളൊക്കെ കണ്ടുപിടിക്കുന്ന ആൾക്കാരാണെന്നും ഒരു ഗവർണറിന്റെ മകനിപ്പോ അവൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോ അവള് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പോകുമ്പോഴാണ് അവിടെ വേണ്ടത്ര ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലെന്ന് അവൾക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ഇപ്പൊ അവള് ആ ഒരു കിച്ചണിന്റെ ഫുള്ള് നടന്ന് നോക്കുമ്പോൾ ഗില്ലിപ്പോ അവൾക്ക് ഒരു മീറ്റ് അവിടെ നിന്ന് കണ്ടുപിടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ അവള് ആ ഒരു മീക്ക് വെച്ച് ഒരു സ്റ്റീക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. മാത്രമല്ല, അവൾ ഈ ഒരു കാര്യം ബാക്കി അവിടെ നിൽക്കുന്ന ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിനോടും പറയുമ്പോൾ അവരാകട്ടെ ഈ സ്റ്റീക്ക് എന്നുള്ള വാക്ക് തന്നെ ആദ്യമായിട്ട് കേൾക്കുന്ന കാരണം കൊണ്ട് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയയും അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അവളാകട്ടെ അവർക്കൊക്കെ വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു കൊടുത്ത് കുക്ക് ചെയ്യാനായിട്ട് മീറ്റ് എടുക്കുമ്പോഴാണ് അത് വളരെ ഹാർഡാണെന്നും അതുകൊണ്ട് തന്നെ അതിനത്രയും ടേസ്റ്റ് ഉണ്ടാവില്ലെന്നും അവൾക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ അവളിപ്പോ ആലോചിക്കുമ്പോൾ ഒരു പ്രത്യേക മെത്തേഡിൽ ഇത് കുക്ക് ചെയ്യുകയാണെങ്കിൽ അത് വളരെ ടേസ്റ്റി ആയിട്ടും സോഫ്റ്റ് ആയിട്ടും കിട്ടുമെന്ന് അവള് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ അവള് ആ ഒരു മീറ്റിനെ ഒക്കെ പ്രത്യേകതരം ഒരു ലീഫിലൊക്കെ പൊതിഞ്ഞ് കറക്റ്റ് 55 ഡിഗ്രി സെൽഷ്യസ് വെള്ളത്തിൽ ഇട്ട് നല്ലപോലെ തിളപ്പിക്കുന്നുണ്ട്. ഈ
ഈവൻ തെർമോമീറ്റർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് ടെമ്പറേച്ചർ അറിയാനായിട്ട് അവൾ അവളുടെ കൈ തന്നെ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു കറക്റ്റ് ടെമ്പറേച്ചർ വരെ മെഷർ ചെയ്യുന്നത്. അങ്ങനെ അവൾ ഈ കാണിക്കുന്നതൊക്കെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റഡ് ആയിട്ട് വളരെ ക്യൂരിയസ് ആയിട്ട് നിൽക്കായിരുന്നു അവളുടെ ചുറ്റുമുള്ള എല്ലാവരും. ഇതേ നേരം തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു 2 ഒഫീഷ്യൽസ് അവിടേക്ക് കിങ്ങിന് വേണ്ടിയിട്ട് പെൺകുട്ടികളെ സെലക്ട് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടേക്കുന്ന ഓരോ വിമണിനെയും അവർ കാണുമ്പോൾ അവരുടെ കണ്ണു പോരാ പല്ല് പോരെന്നൊക്കെ പറഞ്ഞ് ഓരോ കുറ്റങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ 2 പേരും. അങ്ങനെ അതിനുശേഷം പിന്നീട് അവർ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴും ജിയോങ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മീറ്റ് കാണുമ്പോൾ ഞങ്ങളെ പോലെ വലിയ ഓഫീസേഴ്സിന് വെറും ഈ ഒരു ഇറച്ചി കഷ്ണമാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അതൊന്ന് ടേസ്റ്റ് പോലും ചെയ്ത് നോക്കാണ്ട് അവര് ആ ഒരു ഫുഡിനെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തങ്ങളെയും അതിലൂടെ കിങ്ങിനെ അപമാനിക്കാനാണോ എന്നും അവർ ചോദിക്കുമ്പോൾ ഇതിന് ഇൻചാർജ് ആയിട്ടുണ്ടായിരുന്ന ആ ഒരു ഗവർണറിന്റെ മകൻ ഇപ്പോൾ അവരുടെ അടുത്ത് വന്നിട്ട് ഇന്ന് ഫുഡ് കുക്ക് ചെയ്തത് പുതിയ ഷെഫുകളാണെന്നും നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർക്ക് അതിനുവേണ്ട തക്ക ശിക്ഷ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് നേരെ നമ്മുടെ യഞ്ജീനെയും ബാക്കിയുള്ള സ്ത്രീകളെയും പിടിച്ചോണ്ട് വരാണ്. അങ്ങനെ അവിടേക്ക് എത്തുമ്പോൾ തന്റെ ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് പോലും നോക്കാണ്ട് വെറുതെ അവർ 2 പേരും കൂടി മനഃപൂർവ്വം തന്റെ ഫുഡിന് കുറ്റം പറഞ്ഞ് തന്റെ തലയിൽ കുറ്റം കെട്ടിവെക്കാണെന്ന് യഞ്ജിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ സർവ്വധൈര്യവും സംഭരിച്ചിട്ട് അവരുടെ 2 പേരോടും ആദ്യം അവൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ഫുഡ് കഴിച്ചു നോക്കാനും അതിനുശേഷം അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവളെ ഇപ്പോൾ പണിഷ് ചെയ്തോളാനും അവൾ വളരെ ധൈര്യപൂർവ്വം അവരുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ടിട്ട് വെറും ഒരു പണിഷ്മെന്റ് മാത്രം പോരെന്ന് പറഞ്ഞ് അവരിപ്പോ അവരുടെ ഗാർഡുകൾ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു ഗവർണറുടെ പേരക്കുട്ടീനെ അവിടേക്ക് പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. ആക്ച്വലി അവരങ്ങോട്ട് വരുന്ന അറിഞ്ഞിട്ട് അവര് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തന്റെ കൊച്ചുമകളെയും ഇങ്ങനെ വേണ്ടിയിട്ട് പിടിച്ചോണ്ട് പോകാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി ഗവർണർ ഓൾറെഡി അവളെ അവിടെ നിന്ന് മാറ്റിയെങ്കിലും അവരിപ്പോ എങ്ങനെയൊക്കെയോ അവളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവരുടെ മുമ്പിൽ നിർത്തിയിട്ട് യുഞ്ചി ഇപ്പൊ പറഞ്ഞതുപോലെ അല്ലാണ്ട് എന്തെങ്കിലും കാരണവശാൽ അവള് പ്രിപ്പയർ ചെയ്ത ഫുഡ് ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവളെ പണിഷ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ഒരു ഗവർണറിന്റെ പേരക്കുട്ടീനെ അവര് കിങ്ങിന് വേണ്ടിയിട്ട് പിടിച്ചുകൊണ്ട് പോകുമെന്നും അവരിപ്പോ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ടും താനുണ്ടാക്കിയ ഫുഡിൽ അത്രമാത്രം കോൺഫിഡന്റ് ആയിട്ടുണ്ടായിരുന്നു യുഞ്ചി അപ്പോഴും വളരെ ധൈര്യത്തോടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോ അവര് 2 പേരും അവൾ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു മീറ്റ് എടുത്ത് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനു മുമ്പ് എങ്ങും അവര് കഴിച്ചിട്ടില്ലാത്ത പോലത്തെ അതിലൊരു ടേസ്റ്റ് വന്നിട്ട് പെട്ടെന്ന് അവര് വേറൊരു ലോകത്ത് തന്നെ എത്തിയതുപോലെ അവർക്ക് 2 പേർക്കും ഫീൽ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആരെയും അംഗീകരിക്കാൻ പറ്റാത്ത സ്വഭാവം ഉണ്ടായിരുന്നതുകൊണ്ട് അവളുടെ ആ ഒരു ഫുഡില് നാച്ചുറൽ ആയിട്ടുള്ള എലമെന്റ്സ് കുറവാണെന്ന് പറഞ്ഞ് അവർ ആ ഒരു ഫുഡിനെ ബ്ലെയിം ചെയ്യുമ്പോൾ അവള് ഈ ഒരു ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള റെസിപ്പീസ് വെച്ചാണെന്നും ഇവിടെ ഉണ്ടായിരുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസിന്റെ എല്ലാ ഗുണങ്ങളും ആ ഒരു ഡിഷിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുമെന്ന് പറയുന്നുണ്ടെങ്കിലും അവരാകട്ടെ അതിനൊരു പൊടിക്ക് തന്നെ സമ്മതിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോ അവർ ആ ഒരു ഡിഷ് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് ഒരു ഗവർണറിന്റെ പേരക്കുട്ടീനെ കിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോൾ ഒരു ഗവർണർ വന്ന് അതിനെ തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു സമയം അവർ അത്രയും ഹയർ ഒഫീഷ്യൽസ് ആയതുകൊണ്ട് തന്നെ അവർക്കെതിരെ എന്തെങ്കിലും പറയുകയാണെങ്കിലോ ചെയ്യുകയാണെങ്കിലോ അത് തങ്ങളുടെ ജീവൻ ആപതാണെന്ന് മനസ്സിലാക്കി ഒരു ഗവർണറുടെ മകൻ ഇപ്പോ അവന്റെ അച്ഛനെ തടഞ്ഞു വെച്ചിട്ട് ഇതിനൊക്കെ കാരണം യഞ്ജിയാണെന്നും ഇന്നത്തോടെ തന്നെ അവളുടെ കഥ കഴിക്കുമെന്നും പറഞ്ഞ് അവളെ പിടിച്ചുകൊണ്ട് വരാനായിട്ട് ഗാർഡ്സിന്റെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ആ ഒരു ഗാർഡ്സ് യഞ്ജീനെ പിടിച്ചിട്ട് അവളെ അറ്റാക്ക് ചെയ്യാനായിട്ട് നിൽക്കുന്ന അതേ നേരം തന്നെ പെട്ടെന്ന് ആ ഒരു കിങ് ആയിട്ടുണ്ടായിരുന്ന ഈഹൺ അവിടേക്ക് വന്നിട്ട് അവരോട് അത് നിർത്താനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഇതേ നേരം തന്നെ കിങ്ങിനെ കാണുമ്പോൾ യഞ്ജി ആകെ അൺകംഫോർട്ടബിൾ ആകുന്നുണ്ട്. കാരണം ടൈം ട്രാവൽ ചെയ്ത് വന്ന കഥയൊന്നും അറിയാണ്ട് അവനൊരു കിങ് ആണെന്ന് പോലും തിരിച്ചറിയാണ്ട് അവള് ആ ഒരു കിങ്ങിനെ അടിച്ചതും അവനോടെതിരെ സംസാരിച്ചതൊക്കെയാണ് അവൾക്കൊപ്പം മൈൻഡിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഫുഡിനോട് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന ഈഹൺ ആകട്ടെ ഇപ്പൊ അവിടേക്ക് വന്നിട്ട് ഈ ഇത്രയൊക്കെ പറഞ്ഞ ആ ഒരു ഫുഡ് തനിക്ക് ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവളോട് അത് സെർവ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഇപ്പോ അവൾ ആ പ്രിപ്പയർ ചെയ്ത് വെച്ച ആ ഒരു ഫുഡ് കഴിച്ചു നോക്കുമ്പോൾ അവനും ആ ഒരു ടേസ്റ്റ് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല അവനും വേറെ ഏതോ ഒരു ലോകത്തേക്ക് എത്തിയ പോലെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. അവനാകട്ടെ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് അഡ്മിറ്റ് ചെയ്തിട്ട് തനിക്ക് ഇതിന്റെ ഫുഡ് വളരെ ഇഷ്ടമായതും ഇതെവിടെ നിന്നാണ് ഇങ്ങനെ കുക്ക് ചെയ്യാനായിട്ട് നീ പഠിച്ചതെന്നും അവളോട് ചോദിക്കുകയാണ്. കാരണം ആ കാലഘട്ടത്തിലൊന്നും ഒരു ഫീമെയിൽ ഇതുപോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഷെഫായിട്ടൊന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നൊന്നുമില്ല. മാത്രമല്ല അവർക്ക് അങ്ങനെ ഈ കുക്കിങ്ങിനെ പറ്റി പഠിക്കാനായിട്ടുള്ള റൈറ്റ്സും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പൊ ഈഹൺ നീ എവിടെ നിന്നാണ് വന്നതെന്നൊക്കെ അവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ ശരിക്കും 500 വർഷങ്ങൾക്ക് ശേഷം ഫ്യൂച്ചറിൽ നിന്നിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നതെന്ന് സത്യം അവൾ പറയുന്നുണ്ടെങ്കിലും അത് കേൾക്കുമ്പോൾ അവൾക്ക് ശരിക്കും തലക്കെന്തോ പ്രശ്നമുണ്ടെന്ന് അവരെല്ലാരും തന്നെ വിചാരിക്കുന്നുണ്ട്. അത്രയല്ല എന്തിനാണ് ഇത്രയും രസം ഉണ്ടായിരുന്ന ഒരു ഡിഷ് പൊട്ടയാണെന്ന് പറഞ്ഞെന്ന് അവൻ ആ 2 ഗവൺമെന്റ് ഒഫീഷ്യൽസിനോടും ചോദിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ നീ നല്ല ഫുഡൊക്കെ തന്നതുകൊണ്ട് നിന്നെ എന്തായാലും ഞാൻ കൊല്ലിരുന്നും പക്ഷെ നാളെ തന്നെ കൊട്ടാരത്തിലേക്ക് വരണമെന്നും മാത്രമല്ല ഒരു ഗവർണറിന്റെ മകളെ തന്റെ കൊട്ടാരത്തിലേക്ക് കിങ്ങിന് വേണ്ട ഗേൾ ആയിട്ട് അയക്കാനും അവനിപ്പോ ഗവർണറുടെ അടുത്ത് പറയുമ്പോൾ അത് കേട്ട് ദേഷ്യം വരുന്ന ഗവർണർ എല്ലാരും പോയതിനു ശേഷം നീ ശരിക്കും എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നതെന്നും നിനക്ക് വേണ്ടി ഈ നാട്ടിലുള്ള എല്ലാ വിമൻസിനെയും നീ നിന്റെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുകയാണെങ്കിൽ നീ അത് ആ ഒരു പദവിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണെന്നൊക്കെ പറഞ്ഞ് ഒരു ഗവർണർ ആകെ ചൂടായിട്ട് ദേഷ്യപ്പെടുമ്പോൾ ഇത് കേട്ടിട്ട് വളരെയധികം ദേഷ്യം വരുന്ന ആ ഒരു കിങ് ആകട്ടെ ഇപ്പൊ അവന്റെ വാളൊക്കെ എടുത്തിട്ട് നേരെ ഗവർണറിന് എതിരെ കൊണ്ടുവന്നിട്ട് ശരിക്കും
ആരാണ് തെറ്റ് ചെയ്തതെന്നും അമ്മയുടെ മരണത്തിനുള്ള റിവെഞ്ച് ആയിട്ടാണ് താൻ ഇതൊക്കെ ചെയ്യുന്നതെന്നും നീയും പങ്കാളിയല്ലേന്നൊക്കെ അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. സോ ഇതിലൂടെ തന്നെ ശരിക്കും ഈ ഒരു കിങ് ഇങ്ങനെ ഒരു പ്ലേ ബോയ് ടൈപ്പ് അല്ലെങ്കിലും കിങ്ങിന്റെ അമ്മയുടെ മരണത്തിൽ ഈ ഒരു ഗവർണറിനും നാട്ടിലുള്ള ഒരുപാട് ഒഫീഷ്യൽസിനും പങ്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അവരോടൊക്കെയുള്ള ദേഷ്യം കൊണ്ടാണ് അവരുടെ തന്നെ മക്കളെ തന്റെ പാലസിലേക്ക് എനിക്ക് വേണ്ട സ്ത്രീകളായിട്ട് കൊണ്ടുപോകുന്ന ഒരു ആചാരം അവൻ നടത്തിക്കൊണ്ടിരുന്നത്. ഇതേ നേരം തന്നെ കിങ് പറഞ്ഞതനുസരിച്ച് ഇപ്പോ പാവം നമ്മുടെ യഞ്ചിയും ഗിലിനെയും ഒരു കുറ്റവും ചെയ്യാതെ അവരിപ്പോ പ്രിസണിൽ അടിച്ച് വെച്ചിരിക്കുകയായിരുന്നു. മാത്രമല്ല യഞ്ചി ആകട്ടെ എങ്ങനെയാണ് ഇവിടെ എത്തിയെന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് അവൾക്ക് ആ ഒരു ബുക്കിനെ പറ്റി പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അങ്ങനെ എന്ത് വിധേനയും ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നും അതിനായിട്ട് ആ ഒരു ബുക്ക് കണ്ടുപിടിക്കണമെന്നും അവൾ തീരുമാനിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ ഒരു ഗവർണറിന്റെ മകനിപ്പോ അവിടേക്ക് വന്നിട്ട് നീ നല്ലൊരു ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ തുറന്നു വിടുന്ന് പറഞ്ഞ് എന്റെ പ്രോമിസ് ഞാൻ പാലിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവളെയും ഗില്ലിനെയും ആ ഒരു ജയിലിൽ നിന്ന് ഇറക്കി വിടുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ അവര് നേരെ പോകുന്നത് അന്ന് ആ ഒരു കിങ്ങിനെ അമ്പ് ചെയ്ത് പുഴയിലേക്ക് എറിഞ്ഞ ആ ഒരു മൗണ്ടന്റെ മുകളിൽ നിന്ന് ചെന്നിട്ട് അവിടെ എവിടെയെങ്കിലായിട്ട് അവളുടെ ആ ഒരു ഹാൻഡ് ബാഗും അതിനകത്ത് ആ ഒരു ബുക്കും ഉണ്ടോന്ന് നോക്കാനായിരുന്നു. അങ്ങനെ അവൾ അവിടെ ഒരുപാട് നോക്കി സെർച്ച് ചെയ്യുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് അവൾ സ്ലിപ്പ് ആവാൻ പോകുമ്പോൾ നേരെ ഈഹണിപ്പ് അവിടേക്ക് വന്നിട്ട് അവളെ പിടിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ തന്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു ബുക്ക് ആ ബാഗിലാണെന്നും അത് തനിക്ക് വേണമെന്നും അവൾ അവന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവൻ അവന്റെ സോൾജിയറിനെ വിട്ട് അത് എടുക്കുന്നുണ്ടെങ്കിലും പിന്നീട് അത് നേരെ താഴേക്ക് വലിച്ചെറിഞ്ഞ് കളയുന്നുണ്ട്. ഇത് കണ്ട് ദേഷ്യം വന്നിട്ട് ഒരു നിമിഷം തന്റെ മുമ്പിൽ നിൽക്കുന്നത് കിങ് ആണെന്ന് ആലോചിക്കാണ്ട് അവള് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും പിന്നീട് അത് ഓർമ്മ വരുമ്പോൾ അവൾ അവളുടെ ദേഷ്യത്തിനൊക്കെ കൺട്രോൾ ചെയ്ത് തനിക്ക് അത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നും അതെങ്ങനെയെങ്കിലും തനിക്ക് വീണ്ടും എടുത്തു തരാനായിട്ട് അവനോട് ആവശ്യപ്പെടുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കിങ് ആകട്ടെ താൻ പറഞ്ഞത് കേൾക്കാണ്ട് പൊറാത്തിന് ജയിലിൽ ചാടി ഇപ്പൊ എസ്കേപ്പ് ചെയ്തതുകൊണ്ടും രണ്ടുപേരെയും വീണ്ടും അറസ്റ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം അവർ പാലസിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇതേ നേരം തന്നെ പാലസിൽ കിങ്ങിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കോൺക്യുബൈൻ ആയിരുന്ന മൊഗ്ജു എന്ന് പറഞ്ഞ ആ ഒരു ലേഡിയെ നമ്മളെ കാണിക്കുന്നുണ്ട്. അവള് ശരിക്കും ഈ കിങ്ങിന്റെ അങ്കിളിന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയാണെന്നും അവൾക്ക് എന്തോ ദുരുദ്ദേശം ഉണ്ടെന്നൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതായിരുന്നല്ലോ. അങ്ങനെ ഇപ്പൊ അവള് ഈ ഒരു പാലസിലേക്ക് കിങ് ഏതോ ഒരു പെൺകുട്ടിയെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നൊക്കെ അറിയുമ്പോൾ അത് കേട്ട് അവൾക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. ശരിക്കും ഈ മുഗ്ജുവിന് പുറകില് വലിയൊരു മിസ്റ്ററി തന്നെ ഉണ്ടെങ്കിലും അതെന്താണെന്ന് ഇനി വരുന്ന എപ്പിസോഡിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ ഇപ്പോ ഗിലിനെയും യഞ്ചിനെയും ഒരു പാലസിലേക്ക് കൊണ്ടുവരുമ്പോൾ കിങ് ഇപ്പൊ പതിവിലും എക്സൈറ്റഡ് ആയിട്ട് അങ്ങനെ ഒരു പെണ്ണിനെ ഒരു പ്രിസണിലൊക്കെ ഇട്ട് കൊണ്ടുവരുന്നത് അവളെ വളരെയധികം അഡ്മയറേഷനിലൂടെ ഇതിനു മുമ്പ് ഒരു പെൺകുട്ടിയും നോക്കാത്ത രീതിയിൽ കിങ് നോക്കുന്നതൊക്കെ കണ്ടിട്ട് അവൾക്ക് എന്തോ അൺഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവൾക്കിപ്പോ നമ്മുടെ ഹഞ്ചീനെ കാണുമ്പോൾ അവളോട് വല്ലാത്ത ദേഷ്യവും ജലസിനെസ് ഒക്കെ തോന്നുന്നുണ്ട്. ഇതേ നേരം ഇവരെ എന്ത് ചെയ്യാനാണ് ഇങ്ങ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് അവള് ഹണ്ണിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവരാകട്ടെ ഇവർക്ക് വേണ്ട സ്പെഷ്യൽ ആയിട്ടുള്ളൊരു താമസ സ്ഥലവും കാര്യങ്ങളും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നും അവരതെന്തായാലും ഒരിക്കലും മറക്കാൻ പാടില്ലെന്നും പറയുന്നുണ്ട്. മാത്രമല്ല അവനിപ്പോ ഹഞ്ചിയുടെ മുഖത്ത് തൊട്ടിട്ട് അവളെ ഇപ്പോ എന്തൊക്കെയോ മനസ്സിൽ വെച്ച് സംസാരിക്കുന്ന പോലെ നോക്കുന്നതും ഇത് കണ്ട് വളരെ അസൂയപ്പെട്ട് നിൽക്കുന്ന മൊങ്ജോനെയും കാണിച്ച് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. ഇന്നത്തെ എപ്പിസോഡ് കഴിയുമ്പോൾ കുറച്ചൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലും ഇനി വരുന്ന എപ്പിസോഡ് കൂടെ ഇതൊക്കെ ക്ലിയർ ആവട്ടോ. ഒരു റോം കോമും ഫിക്ഷനിലും മാത്രമല്ല ഇത്രയൊക്കെ മിസ്റ്ററിയും ഈ ഒരു ഡ്രാമയിൽ കൂടി കലർന്നിട്ടുണ്ട്. സോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എനിവേ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് നാളെ വീണ്ടും കാണാം. Till then, take care and bye bye.